ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദടക് 2 എന്ന മൂവിയാണ്. പരസ്പരം പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ജാതിയുടെ പേരിൽ പിരിക്കുന്ന ഒരു സമൂഹത്തിൽ നായകനും നായികയും നേരിടുന്ന വെല്ലുവിളിയാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാമുകനും കാമുകയും കാമുകന്റെ റൂമിൽ ചിരിച്ച് സംസാരിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ തനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കാമുകി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ആ ടൈമിൽ ശങ്കർ എന്ന് പറയുന്ന ആള് ഫുഡ് ഡെലിവറി ചെയ്യാൻ വരുന്ന ആളുടെ രൂപത്തിൽ അവിടേക്ക് വന്നിട്ട് ഫുഡ് ആ കാമുകന്റെ കയ്യിൽ കൊടുക്കുന്നു. മിക്കവാറും തന്നെ ഗേൾഫ്രണ്ട് ഓർഡർ ചെയ്തിട്ട് പോയതായിരിക്കുന്നു കരുതിയിട്ട് അവൻ ക്യാഷ് എടുത്ത് അയാൾക്ക് കൊടുത്തു. അയാൾ ആ പയ്യന്റെ റൂമും ചുവരിലുണ്ടായിരുന്ന ഒരു ചിത്രവും പുറത്തിരിക്കുന്ന ബിയർ കുപ്പികളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചു നേരം അയാൾ അവിടെ തന്നെ ഒളിച്ചിരിക്കുന്നു. ഈ പയ്യൻ എപ്പോഴാണോ പുറത്തേക്ക് ഇറങ്ങിയത് കറക്റ്റ് ആ സമയം നോക്കി അയാൾ ബാക്കിലൂടെ പോയി ഈ പയ്യനെ അവിടെ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊല്ലുകയാണ്. പയ്യന്റെ മരണം ന്യൂസിലെല്ലാം തന്നെ ആത്മഹത്യയായിട്ടാണ് വന്നത്. പഠനത്തിലും എക്സാമിലുള്ള പ്രഷർ കാരണം ഈ പയ്യൻ ആത്മഹത്യ ചെയ്തു. അതായിരുന്നു ന്യൂസിലെല്ലാം തന്നെ കാണിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയും ഈ മരിച്ച പയ്യനും ഡിഫറന്റ് കാസ്റ്റ് ആയത് കാരണം ഇയാൾ ആ പയ്യനെ കൊന്നതാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകനായ നിലേഷിനെയും കൂട്ടുകാരിയുമാണ്. നിലേഷ് താഴ്ന്ന ജാതിയിൽപ്പെട്ട പയ്യനായിരുന്നു. ഒഴിവു സമയങ്ങളിൽ തന്റെ കൂട്ടുകാരോടൊപ്പം പല ഫംഗ്ഷനുകളിലും ഡ്രം കൊട്ടാൻ അവൻ പോകും. അതിനവന് നല്ല ക്യാഷും കിട്ടും. അങ്ങനെ നായികയുടെ വീട്ടിലും ഒരു ഫംഗ്ഷൻ അവൻ പോകുന്നുണ്ട്. തന്റെ ചേച്ചിയുടെ വിവാഹം ഉടനെ തന്നെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോ അവിടെയും നിങ്ങൾ തന്നെ ഡ്രം അടിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് അവളാകട്ടെ അവന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി. അവിടുത്തെ ഒരു കോളനിയിലായിരുന്നു നിലേഷും കുടുംബവും ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു വക്കീലാവണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. കുറെ കഷ്ടപ്പെട്ടാണെങ്കിലും SC/ST കോട്ടയിൽ അവൻ അടുത്തുള്ളൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. കോളേജിലെത്തിയ അവനാകട്ടെ ഇതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരായ കുറച്ച് ആൾക്കാരുടെ ഒരു സംഘടന കാണുന്നുണ്ട്. അതിന്റെ നേതാവ് ശേഖർ ആയിരുന്നു. കോളേജിൽ ഇത്തരം വിഭാഗക്കാരെ ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരെ റാഗിംഗ് ചെയ്യാറുണ്ട്. ഈ സംഘടന രൂപീകരിച്ച ശേഷം അതിനൊക്കെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അവനും കോട്ടയിൽ ഇവിടെ അഡ്മിഷൻ എടുത്ത കാരണം പ്രിൻസിപ്പൽ അവനോട് പറയുന്നുണ്ട്, നീ പഠിക്കാനാണോ വന്നത് അതോ ശേഖറിനെ പോലെ എങ്ങനെ ഗ്രൂപ്പ് കൂടി പൊളിറ്റിക്സ് കളിക്കാനാണോ വന്നതെന്ന്. എന്നാൽ തനിക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, തനിക്ക് പഠിക്കാൻ തന്നെയാണ് ആഗ്രഹമെന്നാണ് അവൻ പറയുന്നത്. അത് കാരണം അവരോടൊന്നും തന്നെ അവൻ അധികം കൂട്ടുകൂടാൻ നിന്നില്ല. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവന്റെ അച്ഛനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ വല്ലപ്പോഴും മാത്രമേ വീട്ടിലേക്ക് വരൂ. സ്ത്രീവേഷം കിട്ടി പലയിടങ്ങളിലും അയാൾ ഡാൻസ് പ്രോഗ്രാം നടത്തും. അയാൾ ആ ജോലി ചെയ്യുന്ന കാരണം നിലേഷിന് അത് പുറത്തു പറയുന്നതിൽ നാണക്കേടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് തുടങ്ങിയ ശേഷം അവൻ കോളേജിലേക്ക് പോകുന്നു. കോളേജിലെത്തിയപ്പോൾ അവിടെ വെച്ച് അവൻ വിധിയെ കാണുന്നുണ്ട്. അന്ന് ഡ്രം കൊട്ടാൻ വന്ന സമയത്ത് അവർ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇവനും ഇതേ കോളേജാണെന്നറിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആകാൻ തീരുമാനിച്ചു. ആദ്യ ദിവസം സാർ എല്ലാവരെയും പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറയുന്നു. ബാക്കി എല്ലാവരും തങ്ങളുടെ പേരിന്റെ കൂടെ തങ്ങളുടെ കുടുംബ പേരോ അച്ഛന്റെ പേരോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ നിലേഷ് തന്റെ ഫുൾ നെയിം പറയാൻ മടിച്ചു. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ താൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണെന്നും കോട്ടയിൽ വന്നതാണെന്നും എല്ലാവർക്കും മനസ്സിലാകും. അത് കാരണം അവൻ നിലേഷ് BA LLB എന്നാണ് പറയുന്നത്. പഠിച്ചു കഴിയുന്നതിന് മുമ്പേ നിനക്ക് ഡിഗ്രി കിട്ടിയോ എന്നാണ് സാറ് ചോദിക്കുന്നത്. അവൻ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി അവൻ കോട്ടയിൽ അഡ്മിഷൻ കിട്ടി വന്നതാണെന്ന്. അത് കാരണം പിന്നീട് അവനെ ക്ലാസ്സിലെ കുട്ടികൾ പലപ്പോഴും റാഗ് ചെയ്യുന്നത് പതിവായി. വിധിയുടെ കസിനായിട്ടുള്ള റോണക്കും വിധിയുടെ ക്ലാസ്സിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവനായിരുന്നു കൂടുതലും നിലേഷിനെ റാഗ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ശേഖർ വന്ന് നിലേഷിനെ രക്ഷിക്കുന്നു. നമ്മളെ പോലുള്ളവര് കോളേജിൽ ഇതുപോലെ റാഗിങ് ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. എന്നാൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആർക്കും നമ്മളെ തൊടാനാവില്ല എന്ന് ശേഖർ പറയുന്നു. അതുകൊണ്ട് നീയും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേർന്നു. എന്നാൽ തനിക്കിങ്ങനെ ഗ്രൂപ്പ് കളിക്കാനും പൊളിറ്റിക്സിൽ ഇറങ്ങാനൊന്നും താല്പര്യമില്ല, താൻ ഇവിടെ പഠിക്കാനാണ് വന്നതെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ എന്താവശ്യമുണ്ടെങ്കിലും നീ എന്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞിട്ട് ശേഖർ അവിടെ നിന്ന് പോകുന്നു. വിധിയുടെ വീട്ടില് അവളുടെ ചേച്ചിയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വന്നു. അവരുടെ സംസാരത്തില് നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയാവുന്ന, വീട് നല്ലപോലെ നോക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഉത്തമ ഭാര്യ എന്നാണ് അവര് പറയുന്നത്. വിധിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ പുച്ഛം തോന്നുന്നുണ്ട്. എന്നാൽ അവളുടെ ചേച്ചിയും അതേ ഒരു മൈൻഡായിരുന്നു. സ്വന്തം മതത്തിലും ജാതിയിലും പെട്ട ഒരു നല്ല വ്യക്തിയെ കിട്ടിയാൽ മതിയെന്നായിരുന്നു അവളുടെ ചേച്ചിക്കും ആഗ്രഹം. ശേഖറിന്റെ കാമുകിയാകട്ടെ അതേ കോളേജിൽ തന്നെ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. നമ്മുടെ നിലേഷിനാകട്ടെ ഇംഗ്ലീഷ് അധികം വശമില്ല. അത് കാരണം അവൻ ഹിന്ദിയിൽ സംസാരിക്കാൻ ടീച്ചറിനോട് ആവശ്യപ്പെടുന്നു. അവര് ഹിന്ദിയിൽ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇംഗ്ലീഷ് നീ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിനക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിധി അവനോട് പറയുന്നു. അവനെ സംബന്ധിച്ച് അവന് വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡിസ്ട്രിക്ട് കോർട്ടിലെങ്കിലും ജോലി കിട്ടിയാൽ മതി. ക്ലാസ്സിൽ ഇപ്പൊ നിലേഷിന്റെ ഉറ്റ സുഹൃത്തുക്കൾ വിധിയും വാസുവുമായിരുന്നു. വാസു അപ്പർ കാസ്റ്റിൽപ്പെട്ട ആളാണ്. എന്നാൽ നിലേഷുമായിട്ട് അവൻ നല്ല കൂട്ടായിരുന്നു. പതിയെ പതിയെ വിധിയും നിലേഷും നല്ല കൂട്ടുകാരായി. വിധിക്ക് അവനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നാൻ തുടങ്ങിയിരുന്നു. ഒരു ദിവസം സംസാരിച്ച് ഇവർ നടക്കുന്ന സമയത്ത് നിലേഷ് തന്നെ പിടിക്കാൻ വേണ്ടിട്ട് വിധി പതിയെ അവന്റെ അടുത്തേക്ക് വീഴുന്നു. എന്നാൽ അവനാകട്ടെ അവളെ ടച്ച് പോലും ചെയ്യുന്നില്ല. നീ എന്താ എന്നെ പിടിക്കാഞ്ഞെന്ന് ചോദിക്കുമ്പോ അവനൊന്നും പറയുന്നില്ല. അവളെ തൊടുന്നത് പോലും അവന് പേടിയായിരുന്നു. അവൻ അവളെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. താൻ പലപ്പോഴും ബിർജുവിന്റെ കൂടെ ഇവിടെ വരാറുണ്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. ബിർജു ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ കഥ ഞാൻ പിന്നീട് പറയാമെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവര് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് വീണ്ടും ശങ്കറിനെ കാണിക്കുന്നുണ്ട്. ഒരു ഫാമിലി ശങ്കറിനെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവരുടെ മകളാകട്ടെ അന്യജാതിയിൽപ്പെട്ട ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായി. എന്നാൽ ഇവളുടെ സഹോദരൻ അറിഞ്ഞിട്ട് ദേഷ്യത്തിൽ അവളെ ഒന്ന് അടിക്കുകയും അവളുടെ തലയിടിച്ച് അവൾ വീഴുകയും ചെയ്തു. ഇപ്പോൾ അവൾ മരിച്ചുപോയെന്നാണ് അവർ പറയുന്നത്. ഈ ബോഡി എന്തെങ്കിലും ചെയ്തെങ്കിലേ പറ്റൂ. ശങ്കർ പറയുന്നുണ്ട് നീ ചെയ്തത് കറക്റ്റാണ്. അങ്ങനെ അന്യജാതിയിൽപ്പെട്ട ഒരുത്തനുമായിട്ട് ഇവള് ബന്ധം വെച്ചത് തന്നെ തെറ്റാണ്. ഇവള് മരിക്കേണ്ടവളാണ്.
അതും പറഞ്ഞിട്ട് അയാൾ ആ കൊലപാതകം ആത്മഹത്യയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. വീട്ടുകാരോടെല്ലാം പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞിട്ട് അയാൾ ആ പെൺകുട്ടിയെ അവളുടെ റൂമിൽ തന്നെ കെട്ടിത്തൂക്കിയാണ്. എന്നാൽ ആ പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ കഴുത്തിൽ കുരുക്കിട്ടപ്പോ ആ പെൺകുട്ടിക്ക് ബോധം വന്നു. ശങ്കർ ഇത് ആ വീട്ടുകാരോട് പറഞ്ഞില്ല. അവരറിയുന്നതിന് മുമ്പ് ആ പെൺകുട്ടിയെ അയാൾ അവിടെ കെട്ടിത്തൂക്കിക്കൊന്നു. ശങ്കറിനും ഒരു മകളുണ്ടായിരുന്നു. അയാളെ വീട്ടിലെത്തുമ്പോ അയാളുടെ മകള് 2 വ്യത്യസ്ത തരത്തിലുള്ള ചെടികൾ ഒരു ചെടിച്ചട്ടിയിൽ നടാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ അയാൾ പറയുന്നുണ്ട് ഇത് രണ്ടും 2 കാറ്റഗറിയിൽ പെട്ടതാണ്. ഇത് രണ്ടിനും കൂടി ഒരിടത്ത് വളരാൻ പറ്റത്തില്ല, അത് നശിച്ചു പോകും. അതുകൊണ്ട് രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് നടന്നതാ നല്ലത്. പിറ്റേന്ന് ക്ലാസ്സിൽ സാറ് ക്ലാസ് എടുക്കുമ്പോ ആർക്കും ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. വാസു ആകട്ടെ ഒന്നും മനസ്സിലാകാഞ്ഞിട്ടും സാറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നോട്ട്ബുക്കിൽ എഴുതുന്ന പോലെ വെറുതെ വട്ടം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിലേഷ് ചോദിക്കുന്നു ഞാൻ എന്ത് ചെയ്യുന്നു, നീ ഇതുപോലെ തന്നെ കാണിക്കാൻ വാസു പറയുന്നു. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ സാറ് വന്ന് നിലേഷിന്റെ ബുക്ക് എടുത്തു നോക്കി. അവൻ ഒന്നും എഴുതാതെ ഇങ്ങനെ വട്ടം വട്ടം വരച്ചിരിക്കുന്ന കണ്ടിട്ട് അയാൾക്ക് ദേഷ്യം വരുന്നു. നിന്നെ പോലുള്ളവന്മാര് പഠിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നല്ലപോലെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടേണ്ട സീറ്റാണ് നിനക്ക് കോട്ട വഴി കിട്ടിയിരിക്കുന്നതെന്നും നീ ഇതിന് ഒട്ടും അർഹനല്ലാന്നും പറഞ്ഞിട്ട് അവനെ അയാൾ ഒരുപാട് വഴക്ക് പറയുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട് സാറ് പറയുന്നത് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള പലർക്കും മനസ്സിലാകുന്നില്ല. എന്നിട്ട് അവൻ പലരുടെയും ബുക്ക് എടുത്ത് കാണിക്കുന്നു. അവരാരും ഒന്നും എഴുതുന്നുണ്ടായിരുന്നില്ല, അവർക്കും ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിന്നെന്തിനാ എപ്പോഴും എന്നെ മാത്രം ഇങ്ങനെ വഴക്ക് പറയുന്നത്? അവന്റെ സങ്കടം കണ്ടിട്ട് വിധിക്കും വിഷമം വന്നു. അവിടെ നിന്നും അവനാകട്ടെ അവൻ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോയി ഒറ്റയ്ക്കിരിക്കുന്നതാണ് അവള് കാണുന്നത്. ഒടുവിൽ അവനെ തിരികെ പിടിച്ച് അവളും അവിടെ എത്തി. അവൻ അവളോട് പറയുന്നുണ്ട് തന്റെ ലൈഫ് അത്ര ഈസി അല്ല, എവിടെ ചെന്നാലും ജാതിയുടെ പേരിൽ അപമാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ബിർജുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ബിർജു എന്റെ നായയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവനെ. ഒരിക്കൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന തടാകത്തിന്റെ അടുത്ത് കുളിക്കാൻ പോയി. ആ തടാകത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ഏരിയ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരുടേതാണ്. ഞങ്ങൾ അവിടെ കുളിക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവരെല്ലാവരും കൂടി അവിടെ വന്നു നിന്ന് ആ തടാകത്തിലേക്ക് യൂറിനേറ്റ് ചെയ്യാൻ തുടങ്ങി. നിസ്സഹാരായി നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് പറ്റിയുള്ളൂ. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ ബിർജുവിനെ കാണുന്നില്ല. ആ പയ്യന്മാരെല്ലാം ചേർന്നിട്ട് ബിർജുവിനെ റെയിൽവേ ട്രാക്കിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവനെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചതാ, പക്ഷെ കറക്റ്റ് സമയത്ത് ട്രെയിൻ വരികയും ട്രെയിൻ ഇടിച്ച് അവൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാര് എന്റെ നായയെ പോലും വെറുതെ വിട്ടില്ല. പോരാഞ്ഞിട്ട തടാകത്തിൽ നിന്ന് ഞങ്ങള് വെള്ളം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കെതിരെ കേസും കൊടുത്തു. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ നേരത്ത് ഇവന്റെ അമ്മ ഒരുപാട് അവരോട് കെഞ്ചിക്കേണ് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്ന പോലീസുകാരൻ അവന്റെ അമ്മയെ പോലും തല്ലി. അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് ഇവന്റെ അമ്മ ഒരു വക്കീലിനെ കൂട്ടിക്കൊണ്ടുവന്ന ശേഷമാണ് ഇവരെ വിട്ടയച്ചത്. അന്ന് രാത്രി ഇവന്റെ അമ്മ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമൂഹത്തിൽ നിലയും വിലയും നിനക്ക് കിട്ടണമെങ്കിൽ നീ നല്ലൊരു പൊസിഷനിലെത്തണം, അതിന് ഏറ്റവും നല്ലത് നീ ഒരു വക്കീലാകുന്നതാണ്. അപ്പൊ പിന്നെ നീ നേരിടുന്ന അപമാനം ഒന്നും തന്നെ അന്നുണ്ടാകില്ല. അങ്ങനെ അമ്മയുടെ നിർബന്ധമായിരുന്നു അവൻ വക്കീലാകണമെന്ന്. എല്ലാം കേട്ട് കഴിഞ്ഞ് വിധി പറയുന്നുണ്ട് നിന്നെ പഠിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം, നിനക്ക് ഇംഗ്ലീഷ് ഞാൻ നല്ലപോലെ പറഞ്ഞു തരാം. അങ്ങനെ അവർ രണ്ടുപേരും പിന്നീട് ഒരുമിച്ച് പഠിക്കാൻ ആരംഭിച്ചു. കഷ്ടപ്പെട്ട് പഠിച്ച് അവൻ എക്സാമിന് നല്ല മാർക്ക് വാങ്ങി. അതോടെ ആ സാറും അവനോടുള്ള ദേഷ്യമെല്ലാം വിട്ടിട്ട് അവനെ നോക്കി പുഞ്ചിരിക്കാൻ ആരംഭിച്ചു. അങ്ങനെയിരിക്കെ വിധിയുടെ ചേച്ചിയുടെ കല്യാണമായി. അവള് പറയുന്നുണ്ട് തനിക്ക് 2 കാർഡ് വേണമെന്ന്, തന്റെ ഉറ്റ സുഹൃത്തുക്കളെ വിളിക്കാനാ. എന്നാൽ വാസുവിനെ വിളിക്കുന്നതിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നിലേഷിനെ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവന്റെ ജാതി എന്താണെന്ന് ഇവർക്കറിയാം. രോണക്കും അവളുടെ അച്ഛനോട് പറയുന്നുണ്ട് അവർ തമ്മിൽ വലിയ ക്ലോസ് ആണ്, അവൻ ഈ കല്യാണത്തിന് വരുന്നതിൽ എനിക്ക് ഇഷ്ടമല്ലാന്ന്. എന്തായാലും നമുക്ക് നോക്കാമെന്ന് അവളുടെ അച്ഛനും പറയുന്നു. അങ്ങനെ അവൾ ആ ലെറ്ററും കൊണ്ടുപോയി വാസുവിനെയും നിലേഷിനെയും കല്യാണത്തിന് വിളിച്ചു. നിലേഷിന് അങ്ങോട്ട് പോകാൻ ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, കാരണം അവൻ ഇതുവരെയും ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ കല്യാണത്തിന് പോയിട്ടില്ല. എന്നാൽ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, ഞാൻ അവിടെ ഉണ്ടാകുമെന്നാണ് അവള് പറയുന്നത്. ആ ലെറ്റർ കണ്ടപ്പോൾ അവന് മനസ്സിലായി അവളുടെ അമ്മ മരിച്ചുപോയതാണെന്ന്. താൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ ക്യാൻസർ വന്ന് മരിച്ചതാണെന്ന് അവള് പറയുന്നു. അങ്ങനെ ആ വിഷമമൊക്കെ പറഞ്ഞ് കരയാൻ നേരത്ത് ഇമോഷണലി ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവൾ അവനെ കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആദ്യം അവൻ തള്ളി മാറ്റിയെങ്കിലും പിന്നീട് അവളുടെ അവസ്ഥ കാണുമ്പോൾ അവനും അവളെ കിസ് ചെയ്യുന്നു. ഇവിടെ ശേഖറും കൂട്ടരും ആകട്ടെ അവർക്കെതിരെ നടക്കുന്ന അന്യായങ്ങൾക്കെതിരെ ഒരു പരാതി തയ്യാറാക്കി മാനേജ്മെന്റിന് കൊടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ നിലേഷ് അതിലൊന്നും ഒപ്പിടാൻ കൂട്ടാക്കിയില്ല. പിന്നീട് കാണിക്കുന്നത് അവൻ വിധിയുടെ ചേച്ചിയുടെ കല്യാണത്തിന് വരുന്നതാണ്. വിധി ഒഴിച്ച് ബാക്കി ആർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വളരെ അൺകംഫർട്ടബിൾ ആയിട്ടായിരുന്നു അവൻ അവിടെ നിന്നിരുന്നത്. എന്നാൽ വിധി എപ്പോഴും അവന്റെ കൂടെ വന്നു നിന്ന് അവനെ കംഫർട്ടബിൾ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം തന്നെ വിധിയുടെ അച്ഛനും അങ്കിളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ആഹാരം കഴിക്കാൻ പോകാൻ നേരത്ത് എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ വിധിയുടെ അച്ഛൻ വിളിച്ചുകൊണ്ടുപോയി മാറ്റി നിർത്തി സംസാരിക്കുന്നു. നീയും എന്റെ മകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടുന്നില്ല. അയാൾക്കറിയാമായിരുന്നു അവർ കുറച്ച് ക്ലോസ് ആണെന്ന്. അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ രോണക്കും കൂട്ടുകാരും വന്നിട്ട് ഇവനെ കുറെ അടിക്കുന്നു, തറയിലിട്ട് വല്ലാതെ ചവിട്ടുന്നുണ്ട്. എന്നാൽ വിധിയുടെ അച്ഛൻ അവരെ എല്ലാം തന്നെ പിടിച്ചു മാറ്റുന്നു. പക്ഷെ രോണക്കാകട്ടെ നിലേഷിന്റെ ദേഹത്തേക്ക് യൂറിനേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. വിധിയുടെ അച്ഛൻ നിലേഷിനോട് പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത്, എന്റെ മകളുമായിട്ട് അധികം കമ്പനിയൊന്നും വേണ്ട, അങ്ങനെയാണെങ്കിൽ ഇവന്മാര് അവളെയും കൊല്ലും നിന്നെയും കൊല്ലും. അങ്ങനെ ആകെ മാനസികമായിട്ട് തകർന്നിട്ടാണ് അവൻ അവിടെ നിന്നും പോകുന്നത്. വിധി പലതവണ അവനെ കോൾ ചെയ്തെങ്കിലും അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് അവൻ കോളേജിലേക്കും പോയില്ല. ഇവിടെ കോളേജില് പ്രിൻസിപ്പൽ ശേഖറിന് സസ്പെൻഷൻ കൊടുക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ പൈസ കൊണ്ട് ഇവരിവിടെ ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്നതാണ് പരാതി കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ എഡ്യൂക്കേഷനെ റിസർച്ചിനെ എല്ലാം ബാധിക്കുമെന്ന് ശേഖർ പറഞ്ഞെങ്കിലും അയാൾ തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വിധിയാക്കിയിട്ട്
നിലേഷിനെ കോളേജിൽ കാണാത്ത കാരണം അവനെ തേടി അവന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ, ഈ ഏരിയയിലേക്ക് നീ വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നു. ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, എന്നെ എന്തിനാ ഒഴിവാക്കുന്നതെന്നായിരുന്നു അവൾ ചോദിക്കുന്നത്. നമ്മൾ തമ്മിലൊന്നും സെറ്റ് ആകില്ല എന്നാണ് അവൻ പറയുന്നത്. നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ, അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നെങ്കിൽ നീ പിന്നെ എന്തിനാ എന്നെ കിസ് ചെയ്തേ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. പക്ഷെ അവൻ പറയുന്നുണ്ട്, എന്റെ സത്യം ഇതാണ്, നീ കോളനിയിലേക്ക് നോക്ക്, ഇവിടെയാ എന്റെ ജീവിതം, നിന്റെ ജീവിതം ആ വീട്ടിലും, നമ്മൾ തമ്മിൽ ഒരിക്കലും സെറ്റാകില്ല. ഈ സമൂഹം അത് അംഗീകരിക്കില്ല. ആഹാരം കഴിക്കുന്നത് മുതൽ ധരിക്കുന്ന വസ്ത്രം വരെ ചെയ്യുന്ന ജോലി വരെ എല്ലാത്തിലും നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നാൽ വിധി കരഞ്ഞുകൊണ്ട് അവനോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ട് ജാതിയാണെന്ന് കരുതിയിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ എന്ന്. പറയുന്നത്ര സിമ്പിൾ അല്ല എന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് ഒന്നും നടക്കില്ല, നീ ഇവിടെ നിന്ന് പോന്ന് പറഞ്ഞിട്ട് അവൻ അവളെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് അവൾ അവിടെ നിന്നും തിരിച്ചുപോയത്. പലതവണ അവൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. അങ്ങനെ ഒരു ദിവസം ഇവരുടെ കോളേജില് കേസ് വാദിക്കുന്നതിന്റെ ഒരു ട്രയൽ നടക്കുകയായിരുന്നു. ജഡ്ജിയായിട്ടിരിക്കുന്നത് റോണക്കിന് ഓൾറെഡി തന്നെ നിലേഷിനോട് ദേഷ്യം ഉണ്ടായിരുന്നതുകൊണ്ട് നിലേഷ് ശരിയായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും അവൻ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവനെ ചീത്ത പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുതർക്കത്തിൽ ദേഷ്യം വന്നിട്ട് നിലേഷ് റോണക്കിനെ അടിച്ചു. പ്രിൻസിപ്പൽ അവനെ കുറെ വഴക്ക് പറയുന്നുണ്ട്. ഒടുവിൽ ശേഖറിന്റെ കാമുകി കൂടി സംസാരിച്ചിട്ടാണ് അവന് ഒരവസരം കൂടി കൊടുക്കാൻ പ്രിൻസിപ്പൽ തയ്യാറായത്. പക്ഷെ അവൻ അവന്റെ അച്ഛനെ എവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുവരണം. എന്നാൽ അവനാകിட்ட വാസുവിനോട് പറയുന്നുണ്ട്, എനിക്ക് എന്റെ അച്ഛനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല, കാരണം അവന്റെ അച്ഛൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് മറ്റുള്ളവർ അറിയുന്നത് അവന് ഇഷ്ടമായിരുന്നില്ല. തൽക്കാലം വാസു ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. നിനക്ക് വേണ്ടി വാടകയ്ക്ക് ഒരു അച്ഛനെ എടുക്കാം. അങ്ങനെ വാസു തനിക്ക് പരിചയമുള്ള ഒരു ബാർബർ ഷോപ്പിലേക്ക് പോകുന്നു. ആ ഷോപ്പ് ഉടമയെ ഇവന്റെ അച്ഛനായിട്ട് കോളേജിൽ കൊണ്ടുവരാനായിരുന്നു അവരുടെ പ്ലാൻ. അവിടെ വെച്ച് ശങ്കറിനെ ഇവർ കാണുന്നുണ്ട്. വാസുവിന് ശങ്കറിനെ പരിചയം ഉണ്ടായിരുന്നു. വാസു നിലേഷിനെ ശങ്കറിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ പിറ്റേന്ന് കോളേജിലേക്ക് ആ ബാർബറാണ് നിലേഷിന്റെ അച്ഛനായിട്ട് വരുന്നത്. പ്രിൻസിപ്പൽ ഓരോന്ന് പറയുന്ന കേട്ടിട്ട് അയാളാകട്ടെ അവനെ പ്രിൻസിപ്പലിന്റെ മുന്നിൽ വെച്ച് തന്നെ തല്ലുന്നുണ്ട്. അയാളുടെ ദേഷ്യമൊക്കെ കണ്ടപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ മകന് ഞാൻ ഒരു അവസരം കൂടി കൊടുക്കാമെന്ന്. അങ്ങനെ തൽക്കാലം ആ പ്രശ്നം എങ്ങനെയൊക്കെ അവർ സോൾവ് ആക്കി. വിധിയുടെ മാനസികാവസ്ഥയെപ്പറ്റി വാസുവിനോട് പറയുമ്പോൾ താൻ വിധിയോട് ചെയ്യുന്നതും തെറ്റാണെന്ന് അവന് തോന്നിയിട്ട് അവൻ വിധിയെ കോൾ ചെയ്യുന്നു. പിറ്റേന്ന് അവൻ കോളേജിലെത്തുമ്പോൾ കാണുന്നത് ശേഖർ അവിടെ ഇരുന്ന് പ്രൊട്ടസ്റ്റ് നടത്തുന്നതായിരുന്നു. അവന്റെ ചുറ്റും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുവഴി പോകുന്നവരൊക്കെ അവനെ കളിയാക്കിക്കൊണ്ട് അവന് നാണയങ്ങൾ പിച്ചയായിട്ട് എറിഞ്ഞു കൊടുക്കുന്നു. അവന്റെ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും നിലേഷിന് സങ്കടം തോന്നി. ഇനിയും മറ്റുള്ളവരുടെ മുന്നിൽ താണു കൊടുക്കുന്നത് ശരിയല്ലാന്ന് നിലേഷിന് തോന്നിയിട്ട് എപ്പോഴും അവനിരിക്കുന്ന ബാക്ക് സീറ്റ് വിട്ടിട്ട് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്ന് റോണക്കിരിക്കുന്ന സീറ്റിൽ അവൻ ഇരിക്കുന്നു. റോണക്കും കൂട്ടുകാരും വന്നു കഴിയുമ്പോഴേക്കും ആകെ പ്രശ്നമായി. അവരവനെ അവിടെ നിന്നും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവിടെ തന്നെ വാശി പിടിച്ചിരിക്കുകയായിരുന്നു. ശരിക്കും വിവാഹ ദിവസം ഇവർക്കിടയിൽ സംഭവിച്ചത് എന്താണെന്ന് ഇവൻ ഇപ്പോഴും നിധിയോട് പറഞ്ഞിട്ടില്ല. അന്ന് സംഭവിച്ചത് പോരെ, ഇനിയും നിനക്ക് അതുപോലത്തെ പണി വേണോ എന്ന് അവൻ ചോദിച്ചപ്പോഴേക്കും നിലേഷിന്റെ ദേഷ്യം കൂടി വന്ന് അവൻ റോണക്കിനെ അടിക്കാൻ തുനിഞ്ഞു. എന്നാൽ അപ്പോഴേക്കും നിധി വന്ന് അവരെ പിടിച്ചു മാറ്റുന്നു. റോണക്ക് അവളും കൂടെ കേക്ക് വിളിച്ചു പറയുന്നുണ്ട്, വിവാഹ ദിവസം ഞാൻ നിന്നെ വെറുതെ വിട്ടത് തെറ്റായിപ്പോയി, അന്നേ നിനക്ക് നല്ല പണി തരേണ്ടതായിരുന്നു. അപ്പോൾ ഇവർക്കിടയിൽ വിവാഹ ദിവസം എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് നിധിക്ക് മനസ്സിലായി. അവൾ അവന്റെ പിറകെ വന്ന് ചോദിക്കുന്നുണ്ട്, വിവാഹ ദിവസം എന്താ ഉണ്ടായേ എന്നോട് തുറന്നു പറയാൻ. എന്നാൽ അവന്റെ ദേഷ്യം അവൻ അവളോട് തീർക്കുകയായിരുന്നു. നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് നീ എന്തിനാ വിളിക്കാൻ പോയത് എന്നെ? ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ആ കല്യാണം നടക്കില്ലായിരുന്നു. ഇവിടെ എന്താ നടക്കുന്നതെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അങ്ങനെയുള്ള ഇടത്തേക്ക് നീ എന്നെ വിളിക്കില്ലായിരുന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്കിടയിൽ വ്യത്യാസം ഉണ്ടെന്ന് നീ ചിന്തിക്കുന്നത് കൊണ്ടല്ലേ നീ ഇതെല്ലാം അവസാനിപ്പിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് അവൻ പറയുന്നു. നിങ്ങൾ രണ്ടുപേരും നിർത്തുന്നതാ നല്ലത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ അവസ്ഥ മനസ്സിലാകില്ല. ഇപ്പൊ നീ എന്തിനാ എന്നെയും കൂട്ടുപിടിച്ച് പറയുന്നതെന്ന് വാസു ചോദിക്കുന്നു. നിലേഷ് പറയുന്നതിനകത്തും കാര്യമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അപ്പർ കാസ്റ്റിലുള്ളവരാണ്. അവർക്കാർക്കും ഇതൊന്നും ഫേസ് ചെയ്യേണ്ടി വരാറില്ല. ഇവന് മാത്രമാണ് എപ്പോഴും ഇത് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ദേഷ്യത്തിൽ അവിടെ നിന്നും പോയ വിധിയാകട്ടെ തന്റെ ചേച്ചിയെ കൊണ്ട് റോണക്കിനോട് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അന്ന് വിവാഹ ദിവസം എന്താണ് സംഭവിച്ചതെന്ന്. എന്നാൽ അവളുടെ ചേച്ചി അവളെ കുറ്റപ്പെടുത്തുകയായിരുന്നു. നമ്മുടെ കുടുംബത്തിന്റെ മാനം നീ കളയാൻ ശ്രമിക്കരുതെന്നും അച്ഛൻ നിനക്ക് ഒരുപാട് ഫ്രീഡം തന്നുപോയി, അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നും അവളോട് പറയുന്നു. ശരിക്കും അന്ന് എന്താ സംഭവിച്ചതെന്ന് അവൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന നിലേഷിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് റോണക്ക് വിട്ട ആൾക്കാർ വഴിയിൽ കാത്തിരിക്കുന്നു. അവരെല്ലാവരും ചേർന്ന് അവനെ അടിക്കുകയായിരുന്നു. കറക്റ്റ് സമയത്ത് ആ ശങ്കർ എന്ന് പറയുന്ന ആള് എവിടെ നിന്നോ വന്നിട്ട് അവരെല്ലാം അടിച്ചോടിച്ചിട്ട് നിലേഷിനെ രക്ഷിക്കുന്നു. നിലേഷ് ഏത് കോളനിയിലാ താമസിക്കുന്നത്, ഏത് ജാതിക്കാരനാണെന്നൊന്നും ശങ്കറിന് അറിയില്ലായിരുന്നു. വാസുവിന്റെ കൂടെ കണ്ട് പരിചയമുള്ളത് കാരണം അയാൾ അവരെ രക്ഷിച്ച് ഒരു കടയിലേക്ക് കൊണ്ടിരുത്തി 2 ചായ വാങ്ങുന്നു. ഒരു ചായ അവനും എടുത്തു, ഒരു ചായ അവനാകട്ടെ ശങ്കറിനും കൊടുക്കുന്നു. ശങ്കർ അവന്റെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് നിലേഷ് താൻ എവിടെയുള്ള ആളാണെന്നും ആരുടെ മകനാണെന്നും പറയുന്നത്. അത് കേട്ടതും അയാൾ ആ ചായ കുടിക്കാതെ താഴെ തന്നെ വെച്ചു. താഴ്ന്ന ജാതിയിൽപ്പെട്ട അവന്റെ കൂടെ ഇരിക്കാൻ പോലും അയാൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിറ്റേന്ന് കോളേജിലെത്തിയ നിലേഷ് വാസു എതിർത്തിട്ട് പോലും റോണക്കിന്റെ സീറ്റിൽ തന്നെ പോയിരുന്നു. റോണക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നത്. സാറ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് കാരണം റോണക്ക് ബഹളത്തിനൊന്നും നിന്നില്ല. അവൻ ബാക്കിലേക്ക് തന്നെ പോയിരുന്നു. പക്ഷെ ഇന്റർവെല് സമയത്ത് റോണക്കും കൂട്ടുകാരും ചേർന്നിട്ട് കുറെ വേസ്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ നിലേഷിന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നു. വാസുവും വിധിയും ഇത് കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോയി. വിധിയാകട്ടെ ദേഷ്യത്തോടെ റോണക്കിനെ പോയി കുറെ അടിക്കുന്നുണ്ട്. ദേഷ്യത്തിൽ റോണക്ക് അവളുടെ മുടിക്ക് കുത്തിപ്പിടിക്കുമ്പോ നിലേഷ് അവിടേക്ക് വന്ന് അവനെ ഭീഷണിപ്പെടുത്തുന്നു. അവളെ തൊട്ടുപോകരുതെന്ന്
എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് തന്റെ ദേഹത്തുണ്ടായിരുന്ന ആ വേസ്റ്റ് എല്ലാം തന്നെ അവന്റെ മുഖത്തും വാരി തേക്കുന്നു. ആ സംഭവത്തില് പ്രിൻസിപ്പൾ പ്രശ്നം ഉണ്ടാക്കി. വീണ്ടും അവനോട് അവന്റെ അച്ഛനെ വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നു. എന്നാൽ ഇത്തവണ അവൻ പറയുന്നുണ്ട് താൻ തന്റെ യഥാർത്ഥ അച്ഛനെ തന്നെ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന്. വാസു ചോദിക്കുന്നുണ്ട് അതിന്റെ ആവശ്യമുണ്ടോ എന്ന്. അതിന്റെ ആവശ്യമുണ്ടെന്നും ഇനി എനിക്കൊന്നും മറച്ചു വെക്കാനില്ലെന്നുമാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൻ അവന്റെ അച്ഛനെ തേടി പോകുന്നു. അയാൾ ഒരു സ്റ്റേജിൽ കുറെ ആൾക്കാരുടെ മുന്നിൽ സ്ത്രീവേഷം കെട്ടി ഡാൻസ് കളിക്കുകയായിരുന്നു. അവൻ പോയി അയാളോട് കാര്യം പറയുമ്പോൾ താൻ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ അവനാകട്ടെ അയാളെ നിർബന്ധിക്കാൻ തുടങ്ങി. പ്രിൻസിപ്പൽ റോണക്കിന് 15 ദിവസത്തേക്ക് സസ്പെൻഷൻ കൊടുത്തു. ഇവിടെ നിലേഷിന്റെ അച്ഛൻ പ്രിൻസിപ്പലിനോട് പറയുന്നുണ്ട് ഇവനോട് ഞാൻ നേരത്തെ പറഞ്ഞതാ കോളേജിലൊന്നും പോയിട്ട് ഒരു കാര്യമില്ല എന്ന്. ഇതൊക്കെ തന്നെ സംഭവിക്കുമെന്ന് ഇവനെ കുറെ ഉപദേശിച്ചതാ. അതൊന്നും കേൾക്കാതെ ഞാൻ പഠിച്ച് വക്കീലാകുമെന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടേക്ക് വന്നു. ഇപ്പൊ ഇതൊക്കെയല്ലേ സംഭവിക്കുന്നത്. അച്ഛൻ ചെയ്യുന്ന ജോലി കാരണമാണ് ഇവൻ ആദ്യം മറ്റൊരാളെ അച്ഛനായിട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പ്രിൻസിപ്പലിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സ്വന്തം അച്ഛന്റെ ജോലി ആലോചിച്ച് നീ നാണം കെടേണ്ട കാര്യമില്ല എന്ന് അവനോട് അയാൾ പറയുന്നു. തൽക്കാലം ഇവന്റെ അച്ഛൻ ഇവിടെ നിന്നും പൊയ്ക്കോ, ഇവനോട് എനിക്ക് കുറച്ചേരം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ അവനെ അവിടെ പിടിച്ചു നിർത്തി. പക്ഷെ അവന്റെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയതും റോണക്കും കൂട്ടുകാരും വന്നിട്ട് അയാളെ കുറെ ഉപദ്രവിക്കുന്നു. അയാളുടെ ഡ്രസ്സ് എല്ലാം തന്നെ വലിച്ചു കീറി. സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന പോലെ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കാൻ അയാളോട് പറയുന്നു. അവരെയൊന്ന് എതിർക്കാൻ പോലും പറ്റാതെ അവന്റെ അച്ഛൻ അവിടെ കിടന്ന് കരയുകയായിരുന്നു. ഇവിടെ പ്രിൻസിപ്പൽ ഇവന്റെ അവസ്ഥയെല്ലാം മനസ്സിലാക്കി അവനോട് പറയുന്നുണ്ട് നീ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തു. നിന്റെ മുന്നിൽ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ നാണക്കേടൊക്കെ കൊണ്ട് മരിക്കുക, അല്ലെങ്കിൽ ഇതിനെല്ലാം തന്നെ ഫേസ് ചെയ്ത് അതിന്റെ കൂടെ പോരാടി ജയിക്കുക. അങ്ങനെ ജയിക്കാൻ വേണ്ടിയിട്ട് നീ പൊളിറ്റിക്സിൽ ഇറങ്ങിയാലും ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും ഒന്നും പ്രശ്നമില്ല. അവനെ പോലെയുള്ള ആൾക്കാർ അവിടെ ഫേസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അയാൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അയാൾ അവന്റെ കൂടെ നിൽക്കാൻ ശ്രമിച്ചതും. അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റോണക്കും കൂട്ടരും അവന്റെ അച്ഛനെ ഉപദ്രവിക്കുന്നതാണ് കാണുന്നത്. അവരുമായിട്ട് വഴക്കുണ്ടാക്കി എങ്ങനെയൊക്കെ അവൻ അച്ഛനെ രക്ഷിച്ചു. ഇവിടെ വിധിയാകട്ടെ വീട്ടിലെത്തിയിട്ട് റോണക്കുമായിട്ട് വഴക്കുണ്ടാക്കിയാണ്. അവൻ നിലേഷിനോട് ചെയ്തത് എന്താണെന്ന് വീട്ടുകാരോട് അവള് പറയുന്നു. എന്നാൽ വിധിയുടെ അച്ഛൻ റോണക്കിനോട് പറയുന്നുണ്ട് നീ കുറച്ച് ഓവർ ആവുന്നുണ്ട്. ആ പയ്യൻ SC/ST ചാർജില് നിനക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നീ അകത്ത് കിടക്കേണ്ടി വരും. എന്നാൽ റോണക്ക് എല്ലാവരോടും പറയുന്നത് ഇവൾ അവന്റെ കൂടെ കോളേജില് എപ്പോഴും കെട്ടിപ്പിടിച്ച് നടക്കുകയാണ്, നമുക്ക് നാണക്കേടുണ്ടാക്കും, ഒരു ദിവസം അവന്റെ കൂടെ ഇവൾ ഇറങ്ങിപ്പോകുമെന്ന്. ഇവള് കാരണം നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം തന്നെ ഇല്ലാതെയാകും. എന്നാൽ വിധി ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഈ കുടുംബത്തിന്റെ അഭിമാനം എന്റെ കയ്യിലാണോ ഇരിക്കുന്നതെന്ന്. ഞാൻ കാരണം നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ എന്തിനാ എപ്പോഴും പറയുന്നത്? ഈ റോണക്ക് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിൽ കുടുംബത്തിന്റെ അഭിമാനം ഇല്ലേ? അവന് അഭിമാനം തകർക്കുന്ന കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. അവനോട് ആരും ഒന്നും പറയുന്നില്ലല്ലോ. എന്റെ ഈ ശരീരത്തിലും എന്റെ ഈ ഡ്രസ്സിലൊക്കെയാണോ ഈ കുടുംബത്തിന്റെ അഭിമാനം ഇരിക്കുന്നത്? ഇനി ഞാൻ മുടിയഴിച്ചിട്ടിരിക്കുന്നതും നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന് പ്രശ്നമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതും കൂടി കെട്ടിവെക്കാം, എന്നിട്ട് ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിമാനം വാനോളം ഉയരുമെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ദേഷ്യത്തില് അവൾ എന്തൊക്കെയോ വിളിച്ചു പറയാൻ തുടങ്ങി. നിങ്ങൾ ഈ പറയുന്ന അഭിമാനം എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നിങ്ങൾ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയിക്കോ, എനിക്കതിന്റെ ആവശ്യമില്ല. അത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവൾ അകത്തേക്ക് കയറിപ്പോയി. അവളുടെ അച്ഛനും അങ്കിളിനും ഒന്നും തിരിച്ചു പറയാനില്ലായിരുന്നു. അവളുടെ അങ്കിളാകട്ടെ അവളുടെ അച്ഛനോട് പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാ പോരാ, ആ പയ്യനെ ഇനിയും വിട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അവനെ അങ്ങ് കൊന്നുകളയാം, അതാ നല്ലത്. ഇവിടെ നിലേഷ് ഇവരെല്ലാം അടിക്കൂന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നിടത്ത് അവന്റെ അച്ഛനും അമ്മയും ചേർന്നിട്ട് അവനെ പിടിച്ചവിടെ ഇരുത്തുന്നു. ഞാൻ ഡാൻസ് കളിക്കാൻ പോകുന്നത് നിനക്ക് നാണക്കേടാണെന്നല്ലേ പറയുന്നത്? പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കുന്നത് ഇഷ്ടമാണ്, ഞാനത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാ. എന്റെ ആ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പേരോട് പോരാടിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അയാൾ അവനെ ഉപദേശിക്കുന്നു. അവൻ അവിടെ നിന്ന് നേരെ കോളേജിലേക്ക് പോയി. ശേഖറിനെ അന്വേഷിച്ചാണ് അവൻ പോകുന്നത്. എന്നാൽ അവിടെ അവനെ കാത്തിരുന്ന കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ശേഖറിനെ ആത്മഹത്യ ചെയ്ത നിലയിലാണ് അവൻ കണ്ടെത്തുന്നത്. മരിക്കുന്നതിന് മുമ്പ് ശേഖർ അവിടെ ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ നേരിട്ട അന്യായങ്ങളെ പറ്റിയുള്ള കവിതയായിരുന്നു അത്. ഇതെല്ലാം കണ്ടതോടുകൂടി നിലേഷിന്റെ ക്ഷമ തന്നെ നശിച്ചു. ഇങ്ങനെ പോരാട്ടങ്ങൾ നടത്തിയവരെല്ലാം തന്നെ മരിച്ചിട്ടേ ഉള്ളൂ. തന്റെ അവസ്ഥ ഇതൊക്കെ ആകാമെന്ന് നിലേഷിന്റെ മനസ്സിൽ തോന്നുന്നു. വിധിയെ പ്രണയിച്ച് താൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിധിയുടെ വീട്ടുകാർ തന്നെ കൊല്ലും. അത് കാരണം അവൻ അവളോട് പറയുന്നുണ്ട് നമുക്കിത് നിർത്താം, നിന്റെ വീട്ടുകാരെന്നെ വെറുതെ വിടില്ല. എന്നെ കൊല്ലുന്നത് മാത്രമല്ല അവർ ചിലപ്പോൾ നിന്നെയും കൊന്നുകളയും. ബിർജുവിനെയോ ശേഖറിനെയോ ഒന്നും എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല, നിന്നെയെങ്കിലും എനിക്ക് രക്ഷിക്കണം. എന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ അവർ നിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. നിന്നെ സംബന്ധിച്ച് എന്നോട് ഫീലിംഗ്സ് തോന്നാൻ എളുപ്പമാണ്, പക്ഷേ എനിക്ക് നിന്നോട് ഫീലിംഗ്സ് തോന്നുന്നതിന് മുമ്പ് പലതവണ ഞാൻ ആലോചിക്കണം, ഓരോ കാര്യങ്ങളും ഞാൻ ചിന്തിക്കണം, എന്നിട്ട് മാത്രമേ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റൂ. അതിനെല്ലാം കാരണം നമുക്കിടയിലുള്ള ഈ കാസ്റ്റാണ്. എന്നാൽ അവള് പറയുന്നു നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഞാൻ എന്റെ അച്ഛനോട് സംസാരിച്ച് എല്ലാം സോൾവ് ആക്കാമെന്ന്. എന്നാൽ അത് കേട്ട് നിലേഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് വിവാഹ ദിവസം എന്താ സംഭവിച്ചെന്ന് നീ പലതവണ എന്നോട് ചോദിച്ചില്ലേ, നീ പോയി നിന്റെ അച്ഛനോട് ചോദിക്കുന്നതാ നല്ലത്, അയാൾക്ക് നന്നായിട്ട് അറിയാം. അത് കേട്ടതും വിധി പെട്ടെന്ന് അവിടെ നിന്നും ഓടിപ്പോകുന്നു. അച്ഛനോട് ചോദിക്കാൻ തന്നെയായിരുന്നു അവളുടെ തീരുമാനം. പിന്നീട് നിലേഷ് അവിടെ നിന്നും തിരിച്ചു പോവുകയായിരുന്നു. ആ സമയത്ത് അവന്റെ ബാക്കിലായിട്ട് ആ ശങ്കർ ബൈക്കിൽ വന്ന് മറിഞ്ഞു വീഴുന്നു. അവൻ ഒരു വിധത്തിൽ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അയാൾ അവനോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്, എന്നെ കുറച്ച് ദൂരെ വരെ കൊണ്ടുവിടുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അവൻ ആ ബൈക്ക് എടുത്തിട്ട് അയാളെ ബാക്കിലെടുത്തി പോകാൻ തുടങ്ങി. അയാൾ വിജനമായ ഒരു സ്ഥലത്തേക്കാണ് അവനോട് പോകാൻ പറയുന്നത്. ശരിക്കും വിധിയുടെ അങ്കിളും റോണക്കും പറഞ്ഞിട്ട് നിലേഷിനെ കൊല്ലാനായിരുന്നു അയാൾ വന്നത്. അവനെ കൊല്ലാൻ എത്ര രൂപ വേണമെങ്കിലും അവർ കൊടുക്കാമെന്ന് അയാളോട് പറഞ്ഞെങ്കിലും ഞാനിത് കാശിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, ഇതെന്റെ കടമയാണെന്നാണ് അയാൾ പറയുന്നത്. അന്യജാതിയിൽപ്പെട്ട ആരും ഒരു
ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരെ കൊല്ലുന്നതിന് എനിക്ക് കാശിന്റെ ആവശ്യമില്ല. അങ്ങനെ ആ സ്ഥലത്തെത്തി കഴിയുമ്പോൾ അയാളാകട്ടെ അവന്റെ തലക്കടിച്ച് അവന്റെ ബോധം കെടുത്തി. എന്നിട്ട് റെയിൽവേ പാളത്തിലേക്ക് അവനെ കൊണ്ട് കെട്ടിയിട്ടു. ട്രെയിൻ വരുന്നത് നോക്കി അയാൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അബോധാവസ്ഥയിൽ കിടന്ന അവന്റെ അടുത്തേക്ക് അവന്റെ ആ നായ വരുന്നതും അവന്റെ മുഖത്തൊക്കെ നക്കുന്നതായിട്ടും അവന് ഫീൽ ചെയ്യുന്നു. പതിയെ പതിയെ അവൻ കണ്ണു തുറന്നു. താൻ എവിടെയാ കിടക്കുന്നതെന്നും അയാൾ തന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്നും അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ നിന്ന് ട്രെയിൻ വരുന്നു. എങ്ങനെയൊക്കെയോ അവൻ സ്വയം ആ പാളത്തിൽ നിന്നും അപ്പുറത്തെ സൈഡിലേക്ക് ചാടി രക്ഷപ്പെട്ടു. അയാൾ അവന്റെ പുറകെ പോയി അവനെ വീണ്ടും കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതുവരെ താൻ അനുഭവിച്ച അപമാനം എല്ലാം തന്നെ അവന്റെ മനസ്സിലൂടെ കടന്നുപോയപ്പോ അവന്റെ ഉള്ളിലേക്ക് വന്നൊരു ശക്തിയുണ്ട്. ആ ശക്തി പൂർണ്ണമായിട്ടും എടുത്ത് അവൻ അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അയാളെ ഒരുപാട് അവൻ അടിച്ചു, തല്ലി ചതച്ചു. ഇവനയാളെ കൊന്നോന്നറിയാൻ വേണ്ടിട്ട് റോണക് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് നിലേഷ് ബൈക്ക് എടുത്തിട്ട് റോണക്കിന്റെ പിറകെ പോയി. റോണക്ക് നേരെ വിധിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവൻ ഫോളോ ചെയ്തു പോയിട്ട് റോണക്കിനെ അവിടെ ഇട്ട് അടിക്കാൻ തുടങ്ങി. വിധിയുടെ അച്ഛനും വിധിയും എല്ലാരും താഴേക്ക് വന്ന് ഇവരെ പിടിച്ചു മാറ്റുന്നു. അവനോട് പ്രശ്നം സോൾവ് ആക്കാൻ അകത്തേക്ക് കയറി വരാൻ അയാൾ പറഞ്ഞെങ്കിലും അവൻ അവിടെ നിന്ന് തന്നെ സംസാരിക്കുകയായിരുന്നു. ആൾക്കാരെല്ലാം ചുറ്റും കൂടി നിന്ന് ഇത് കേൾക്കുന്നത് അയാൾക്ക് പേടിയുള്ള കാര്യമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം പുറത്തറിയുമോ എന്നുള്ള ടെൻഷനായിരുന്നു അയാൾക്ക്. അവൻ എല്ലാവരും കേൾക്കെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കാൻ വന്നതല്ല, എന്റെ കേസ് ഞാൻ തന്നെ ഇവിടെ വാദിക്കാൻ പോവുകയാണ്. ഇന്ന് തന്നെ അതിനൊരു തീർപ്പുണ്ടാക്കണം. അന്ന് വിവാഹ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൻ വിധിയും നാട്ടുകാരും കേൾക്കെ ഉറക്കെ വിളിച്ചു പറയുന്നു. അത് കേട്ട് ശരിക്കും വിധി ഞെട്ടിപ്പോയി. ദൂരെയുള്ളൊരു ഗ്രാമത്തിലാണ് അവൻ ജനിച്ചത്. ആ ഭൂമിയും അവിടുത്തെ റോഡും ഒന്നും തന്നെ അവരുടേതായിരുന്നില്ല. അവിടെ നിന്ന് ബെറ്റർ ഒരു ലൈഫ് തേടിയാണ് അവര് സിറ്റിയിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പോഴും അവർക്ക് എല്ലായിടത്തും അവഗണന മാത്രമായിരുന്നു. ഗ്രാമത്തിലുള്ള ആൾക്കാർ പഴഞ്ചൻ ചിന്താഗതിക്കാരാണ്. അവര് വേർതിരിവ് കാണിക്കുന്നത് അവിടെ പതിവായിരുന്നു. പക്ഷെ സിറ്റിയിലുള്ളവരെങ്കിലും മോഡേൺ ആയിട്ട് ചിന്താഗതി ഉള്ളവരായിരിക്കും എന്നാ കരുതിയത്. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരുടെ ചിന്താഗതിക്കും ഒരു മാറ്റവും ഇല്ല. ജാതിയുടെ പേരില് ഇവിടെ ആൾക്കാർ വേർതിരിവ് തന്നെയാണ് കാണിക്കുന്നത്. പണത്തിന്റെ പേരിലല്ല ഇവിടെ വേർതിരിവെന്നും പവറിന്റെ പേരിലാണ് വേർതിരിവെന്നും തോന്നിയിട്ട് ഞാൻ നല്ലപോലെ പഠിക്കാൻ ശ്രമിച്ചു. വലിയൊരു ലോയർ ആവാൻ ആഗ്രഹിച്ചു. എന്നാൽ അവിടെ എനിക്ക് ഇത് തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് എന്റെ സ്വപ്നങ്ങൾ തന്നെയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. ഇന്നെന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വരെ നിങ്ങൾ ശ്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ വിചാരം ഞങ്ങളെല്ലാം വൃത്തികെട്ടവരാണെന്നും നിങ്ങളൊക്കെ ഒരുപാട് വൃത്തിയുള്ള ആൾക്കാരാണെന്നുമാണോ? മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും വൃത്തികെട്ടത്. അവനീ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. വിധിയുടെ അച്ഛനും ഒന്നും പറയാനില്ലായിരുന്നു. താൻ ചെയ്തത് തെറ്റാണെന്ന് അയാൾക്കും ഒരു നിമിഷം തോന്നാൻ തുടങ്ങി. എന്നാൽ വിധിയുടെ അങ്കിളാകട്ടെ തോക്കെടുത്തുകൊണ്ടുവന്ന് അവനെ ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. വിധിയുടെ അച്ഛൻ ഒരു വിധത്തിൽ അയാളെ പിടിച്ചു മാറ്റി. വിധിയാകട്ടെ നിലേഷിന്റെ ഫ്രണ്ടിൽ തന്നെ കയറി നിൽക്കുകയാണ്. അവരെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതെല്ലാം കണ്ടിട്ട് വിധി ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അവളിങ്ങനെ നിർത്താതെ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആൾക്കാരെല്ലാം പേടിച്ച് ഉള്ളിലേക്ക് കയറിപ്പോയി. അവളുടെ അച്ഛനും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കുകയാണ്. അവരുടെ എല്ലാം മുന്നിൽ വെച്ചിട്ട് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. ഇവിടെ ആ ശങ്കറാകട്ടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്ന് കുറെ അടി കിട്ടിയ സ്ഥിതിക്ക് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്തയിൽ പോയി ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. നിലേഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് വിധിയുടെ അച്ഛന്റെയും റോണക്കിന്റെ ഒക്കെ മനസ്സിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിരുന്നു. അത് കാരണം പിന്നീട് റോണക്ക് നിലേഷിനെ ഉപദ്രവിച്ചില്ല. നിലേഷ് പതിവ് പോലെ കോളേജിലേക്ക് വന്നു. എക്സാം എഴുതിക്കൊണ്ടിരുന്ന അവന്റെ പേനയിലെ മഷി തീർന്നപ്പോൾ റോണക്കാണ് അവന് പേന കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നത്. ആരെയും പേടിക്കാതെ നിലേഷും വിധിയും ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തങ്ങളുടെ പ്രണയം അവസാനിപ്പിക്കാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. എതിർത്തവരോടെല്ലാം തന്നെ പോരാടി ഒടുവിൽ അവർ വിജയം കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.